കമലേഷ, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇക്കാര്യത്തിലൊരു ദുരൂഹത അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹത മാറ്റാൻ കല്ലറ പൊളിച്ച് പരിശോധിക്കുകയാണ് വേണ്ടതെങ്കിൽ ആ അന്വേഷണ നടപടിയുമായി മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഈ കുടുംബം അവിടെ കോടതിയിൽ ഹാജരാക്കണം. ഈ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കുടുംബം തയ്യാറുണ്ടോ? എന്താണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ ഈ ഒരു നിർദ്ദേശത്തിന് ശേഷം കുടുംബത്തിന്റെ പ്രതികരണം? ഒരു നിസ്സാരണ മനോഭാവമാണ് ഇതുവരെയും അവർ വെച്ചു പുലർത്തുന്നത്. തീർച്ചയായും കുടുംബം ഇപ്പോഴും പറയുന്നത് ഇത് കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതേസമയം ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണത്തെ വെല്ലുവിളിക്കുന്ന ഒരു നിലയിലേക്ക് പോകില്ല എന്ന് പറയുന്നു. ഹിന്ദു ഐക്യവേദിയുമായി കൂടിയാലോചിച്ച് ഈ കാര്യങ്ങളൊക്കെ ഹിന്ദു ഐക്യവേദിയാണ് തീരുമാനിക്കുന്നത്. അവരുടെ കൂടി തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നതാണ് കുടുംബത്തിൻ്റെ ഒരു നിലപാട്. ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അനുകൂലമായൊരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് പൊളിച്ച് പരിശോധിക്കാനുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അന്വേഷണം ഏറ്റവും നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് പൊളിച്ച് പരിശോധിക്കണം എന്നത് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ FIR ഇടാനും ഈ പരിശോധന നടത്താനും അന്വേഷണം നടത്താനും ഒക്കെ ഈ പോലീസിന് അധികാരമുണ്ട് എന്ന ഒരു നിരീക്ഷണം തന്നെയാണ് കോടതി നടത്തിയിട്ടുള്ളത്. ഏതായാലും കുടുംബം ആ നിലയിൽ ഒരു കൃത്യമായൊരു നിലപാടിലേക്ക് ഇനിയും വരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ യേശുദാസ് എന്ന പ്രദേശവാസി ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്താണ് ഈ മരണത്തിൽ ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം? എന്താ സംഭവം? ഇതാരും അറിഞ്ഞില്ല. ഇതാരും അറിയാതെ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. ഇത് ഞാൻ വെള്ളിയാഴ്ച രാവിലെ പോയപ്പോഴാണ് ഇവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത്. മരണം സമാധിയായിരിക്കുന്നത്, ഗോവിന്ദസ്വാമി സമാധിയായിരുന്നത് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് മരിച്ചതായിട്ട് ഒരു വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ നാട്ടുകാരെ ആരും അറിയിക്കുകയാണ് ചെയ്തത്. അതിന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സംശയമുണ്ട്. ഞങ്ങളാണ് വാർഡ് മെമ്പറെ വിളിച്ച് പോലീസിന് ഫോൺ ചെയ്ത് അറിയിച്ചത്. അങ്ങനെയാണ് പോലീസുകാർ വന്നിട്ടുള്ളത്. പോലീസുകാർ വന്ന് ചാനലുകാരൊക്കെ വന്ന് പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കാണാനില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. 2 പെറ്റീഷൻ ഞങ്ങൾ നെറ്റിങ്ങൽ സ്റ്റേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് തിരിച്ച് അവരിവിടെ വന്നപ്പോഴാണ് ഇവിടെ നോട്ടീസ് കൊടുത്തില്ല, എടുത്തില്ലെന്നും പറഞ്ഞ് അവർ പിന്നെ പൊളിക്കാൻ പോയത്. ഇപ്പം ഹൈക്കോടതി പോയി, ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് പൊളിക്കാൻ. അതോടെ ഞങ്ങൾക്ക് എല്ലാം തൃപ്തിയായി. പക്ഷേ അതിൻ്റെ നടപടി കൃത്യമായിട്ട് പോട്ട്. ഈ മരിച്ച ഒരാൾ നല്ലൊരു മനുഷ്യൻ, അവരുടെ മക്കളത്ര ശരിയല്ല. ഇത് മക്കൾ എന്ത് ചെയ്തോ ഏത് ചെയ്തെന്ന് ഇനി അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശരിയെ പറയാക്കും. പക്ഷേ ഈ സോലാവൂർ കിടന്ന ഒരു മനുഷ്യൻ കൃത്യമായിട്ട് കരുക്കും കുടിച്ച് 2 കരിക്കും ജപിച്ച് കുടിച്ച് വീട്ടിൽ നിന്ന് BP ഷുഗറിൻ്റെ ഗുളികയും കഴിച്ച് കഞ്ഞിയും കുടിച്ചൊരു സമാധി ഇരുന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കും. അന്നം കഴിക്കുന്നവരാരും ഇത് വിശ്വസിക്കില്ല. അപ്പോൾ അതൊരു ഇളയ മുമ്പാണത്. മൂത്ത മുമ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധി ചെന്ന് ചമ്മണം കൊട്ടിയിരുന്ന് കൈ മുകളിലോട്ട് ഒന്നിച്ചൊരുന്നാണെന്ന് അത് ഒരു മൊഴി. ഭാര്യ പറയണം ചെന്ന് ഞാൻ നോക്കിയാൽ നെഞ്ചിടിച്ചുകൊണ്ടിരുന്നെന്ന്. ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് അറിയിച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുവാനും സമ്മതിക്കും. ഞങ്ങൾ 100% ഇതിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇത് പൊളിക്കാനെടുക്കാനും ഞങ്ങൾ വിടൂലായിരുന്നെങ്കിൽ. ഞങ്ങൾ ആ വാർഡ് മെമ്പറെ ഡോക്ടറെ കൊണ്ടുവന്ന് ഇത് മരിച്ചു എന്ന് സമാധി ഇരുത്തുകയാണെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ മുന്നിട്ട് നിന്ന് അത് ചെയ്യുമായിരുന്നു സംഭവം. അതോടൊപ്പം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് നിയമപരമായൊരു വിഷയമാണ്. ഈ അന്വേഷണം അടക്കം. പക്ഷേ അതിൽ മതപരമായ കാര്യങ്ങൾ കൂടി ചേർത്ത് ഹിന്ദു ഐക്യവേദി അടക്കം ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് അവരെന്നെ ഉണ്ടാക്കി, ഞങ്ങൾ ആരും ഉണ്ടാക്കില്ല. അത് ഞങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കുകയില്ല. ഇവിടെ ഒരു മതക്കാരും ഒന്നും തമ്മിൽ അടി ഉണ്ടാക്കാൻ ഞങ്ങൾ നോക്കില്ല. ഇതിൻ്റെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ട് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾ ഇതിനെടുത്ത് പോസ്റ്റ്മോർട്ടം കലക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇത് ജീവനോടെ കൊണ്ടുവച്ചാണോ മരിച്ചോ വെച്ചോ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് അറിയണം. നാളെ ഇങ്ങനെ ഒരു സമാധി വീണ്ടും വരാൻ പാടില്ല. അതിനൊക്കെ ഇങ്ങനൊരു ചരിത്രം എനിക്ക് 35 വർഷം കൊണ്ട് അറിയാവുന്ന വ്യക്തിയാണ്. എൻ്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട്. തടി മുറിക്കാൻ, കയർ പിടിക്കാൻ, വടം പിടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങേരെ കൂടെ ഞാൻ വാനം വെട്ടാൻ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിചയമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഗോവൻ ചേട്ടാന്നേ വിളിച്ചിട്ടുള്ളൂ, മണിയൻ ചേട്ടാന്നാ ഗോവൻ ചേട്ടാന്ന് വിളിച്ചോളൂ. ഞാൻ സ്വാമിന്ന് വിളിച്ചത് ഈ കോവിൽ വന്ന ചേട്ടാണ് ഈ സ്വാമി ഗുരു എന്നൊക്കെ പറഞ്ഞത്. ഇത് പ്രതിഷ്ഠ വെച്ചപ്പോഴും വേറെ ഒരു ആൾക്കാരെ വിളിച്ചത്. അവർ അച്ഛനും മോനോട്ടാണ് ഇവിടെ എല്ലാം നടത്തിയത്. അവരെന്നെ ഗുരു അവരെന്നെ ശിഷ്യനായിട്ട് നടത്തിയത്. വേറെ ആരും ഒരു പോറ്റയും വെച്ചിട്ടില്ല. ഇത് നാട്ടുകാരുടെ സഹായത്തോടെ വെച്ച ക്ഷേത്രമാണ്. അവർ നാട്ടുകാർക്ക് വേണ്ട, അവർ തന്നെ എടുത്തോട്ട്. ഞങ്ങൾ ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട, തന്നാലും വേണ്ട, ഞങ്ങൾ പ്രവർത്തിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവരില്ലാതാക്കിയിട്ട് കളഞ്ഞു, ക്ഷേത്രത്തിനെ അവരില്ലാതാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നുമല്ല. ഇത് ഇതിനെ തോണ്ടിയെടുത്ത് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ജീവനോടെ കൊന്നതെങ്കിൽ അതിന് കൊലക്കുറ്റത്തിന് ഭാര്യയും 2 മക്കളെ മരുമകളെയും കേസെടുക്കണം. ഇത്ര മാത്രമേ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളൂ. നാട്ടുകാർ എന്നുള്ള രീതിയിൽ തൊട്ടടുത്ത് ഞാൻ താമസിക്കുകയാണ്. ഇത് ഞാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന 100% ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏതായാലും അതാണ് നാട്ടുകാരുടെ ഒരു നിലപാട്. അത് തന്നെയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംഘപരിവാർ സംഘടനകൾ ഇതിൽ ഇടപെടുകയും ഇതിനെ മതപരമായ അല്ലെങ്കിൽ ഇതിനെ വർഗീയവൽക്കരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആദ്യ ദിവസം പോലീസിന് പിന്മാറേണ്ടി വന്നത്. എന്നാൽ പിന്നീട് കൃത്യമായ ഒരു ഉത്തരവോടുകൂടി പോലീസ് എത്തുകയും നിലവിൽ ഇപ്പോൾ അത് കോടതിയിലേക്ക് പോവുകയും കുടുംബം അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ പോലീസിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് അനുകൂലമായൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു.